നമുക്കൊന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പം തയ്യാറാക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളൊന്ന് കലത്തപ്പം തയ്യാറാക്കുന്നത്. അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിന് 1 കപ്പ് പൊടിച്ച ശർക്കര, 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്ക, 1 ടേബിൾ സ്പൂൺ ചോറിൻ്റെ അളവ് കൂടിപ്പോണ്ട. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. കാഷ്നട്ടിന് പകരം ചെറിയുള്ളി എടുത്താൽ മതി. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കാഷ്നട്ട് എടുത്തത്. ആദ്യം നമുക്ക് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായും തേങ്ങയും ചോറും ഒക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ച് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് പൊടിച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 2 നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. ഈ പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിലാണ് കലത്തപ്പം തയ്യാറാക്കുന്നത്. കുക്കർ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് കുക്കർ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് നമുക്ക് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കണ്ട. 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം 10 മിനിറ്റോളം ആവുന്ന സമയത്ത് ഇതിൽ നിന്ന് നല്ല രീതിയിൽ ആവി പുറത്തേക്ക് വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം കുക്കർ തുറക്കുമ്പോൾ രുചികരമായിട്ടുള്ള കലത്തപ്പം റെഡി.